ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ നല്ല കുറുകിയ ചാറോടുകൂടി നല്ല തൊട്ട് കൂട്ടാൻ പാകത്തിനുള്ളൊരു കിടിലൻ മീൻകറിയുടെ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ മീൻകറി തയ്യാറാക്കുന്നതിന് വേണ്ടി നമ്മൾ ആദ്യമേ തന്നെ ഒരു ചട്ടി അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കണം. എണ്ണ ചട്ടിയുടെ എല്ലാ വസ്തു ആകത്തക്ക വിധത്തിൽ ചട്ടി ഒന്ന് ചുറ്റിച്ചു കൊടുക്കണേ. ഇനി ഇതിലേക്ക് കടുക് ചേർത്ത് കൊടുക്കണം. കടുക് നന്നായിട്ട് പൊട്ടി കഴിയുമ്പോഴത്തേന് നമ്മളൊരു 1/4 സ്പൂണ് ഉലുവ ചേർത്ത് കൊടുക്കണേ. ഉലുവ പൊടിയാണെങ്കിൽ ഇപ്പോൾ കടുകിൻ്റെ കൂടെ ഇടണ്ട. നമ്മൾ ചാറൊക്കെ കറി തിളയ്ക്കുമല്ലോ, അന്നേരം അതിൻ്റെ മേളിൽ ഇങ്ങനെ തൂവി കൊടുത്താൽ മതി കേട്ടോ. ഇനി ഇതിലേക്കൊരു ഇഞ്ചി, പച്ചമുളകും വെളുത്തുള്ളിയും കൂടെ അരിഞ്ഞത് ചേർത്ത് കൊടുക്കണം. ഇഞ്ചിയും പച്ചമുളകും വെളുത്തുള്ളിയും ഒന്ന് മീൻകറിക്ക് നല്ല മുരിഞ്ഞ് പോകരുത്. ചുമ്മാ ഒന്ന് വാടി കിട്ടുമ്പം തന്നെ നമുക്ക് അടുത്ത അരപ്പ് ചേർത്ത് കൊടുക്കാം കേട്ടോ. മീൻകറി തയ്യാറാക്കാൻ വേണ്ടി ഇനി നമുക്ക് അരപ്പ് റെഡിയാക്കി എടുത്തേക്കുന്ന മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടിയും കൂടി ഇതുപോലെ ഒന്ന് കുഴച്ചെടുക്കണം. വെള്ളം ഒഴിച്ചിട്ട് ഇത് കുഴമ്പ് വരുവാക്കി ഒന്ന് കുഴച്ചെടുക്കണം. നമ്മളിങ്ങനെ ചേർക്കുകയാണെങ്കിൽ ഈ പൊടി എണ്ണയിൽ കിടന്ന് കരിഞ്ഞു പോകത്തില്ല. മീൻകറിക്ക് പിന്നെ നല്ല കളറ് കിട്ടും. അതുപോലെ തന്നെ പൊടി വെന്തിട്ട് മൂത്ത് കിട്ടുമേ, നല്ല രുചിയാണ് അന്നേരം കേട്ടോ. വെന്തൊരു വേവും കൂടെ പൊടിക്ക് കിട്ടുമേ. ഇനി അരപ്പ് ചേർത്ത് കൊടുത്ത ശേഷം നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് വേണം നമ്മൾ വഴറ്റിയെടുക്കാൻ. ഇതിന് വെള്ളം ചേർക്കുമ്പോൾ നമ്മൾ ഒരുപാട് കോരി അങ്ങ് ചേർക്കരുത്. ഈ നമ്മുടെ ചമ്മന്തിയൊക്കെ ഇല്ലേ, ആ ഒരു പരുവത്തിൽ മാത്രം. എന്നിട്ട് ഈ വെള്ളം നമ്മളൊന്ന് വറ്റിച്ചെടുക്കണം. അതുവരെ നമ്മളൊരു മീഡിയം ഫ്ലെയിമിലിട്ട് നന്നായിട്ട് അരപ്പൊന്ന് വേവിച്ച് മിക്സ് ചെയ്ത് കൊടുക്കണം. ഇനിയിപ്പോൾ അരപ്പ് നന്നായിട്ട് വേകാനായിട്ട് നമുക്ക് അനുവദിക്കാവേ. ഈ ചട്ടിയിൽ നിന്ന് ഈ അരപ്പിങ്ങനെ വിട്ടു പോകുന്ന എണ്ണ തെളിയുന്ന ഭാഗമാകുമ്പോഴത്തേന് നമുക്ക് പുളിവെള്ളം ചേർത്ത് കൊടുക്കണം കേട്ടോ. നമ്മുടെ പുളിയുടെ 100 അനുസരിച്ചിട്ട് വേണം പുളി എടുക്കാനായിട്ട്. പിന്നെ ഇപ്പോൾ ഇതിപ്പോൾ 1/2 കിലോ മീനേ ഉള്ളൂ, അതുകൊണ്ട് ഒരു 3 കഷ്ണം, കുഞ്ഞു പുളി ആയതുകൊണ്ട് 3 കഷ്ണം നല്ല പുളിയുള്ളതാണ്. പുളിയും കൂടെ ചേർത്ത് കൊടുക്കണം കേട്ടോ. പുളി നമ്മൾ മീൻ വെട്ടുന്നതിന് മുമ്പ് തന്നെ വെള്ളത്തിലിട്ട് വയ്ക്കുവാണെങ്കിൽ പുളി നല്ലവണ്ണം കുതിർന്ന് ചാറ് അതിലോട്ട് ഇറങ്ങിക്കോളും കേട്ടോ. ഇനിയിപ്പം നമുക്ക് അരപ്പ് ഏകദേശം റെഡിയായി കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് പുളിവെള്ളം ചേർത്ത് കൊടുക്കാം കേട്ടോ. ഈ മീൻകറി വെക്കുമ്പോൾ നമ്മളെല്ലാം ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് ചെയ്യാനായിട്ട് നോക്കണേ. ഹൈ ഫ്ലെയിം ഇട്ട് പെട്ടെന്ന് പണി പെട്ടെന്ന് തീരും, പക്ഷെ കരിഞ്ഞു മുരിഞ്ഞൊരു അപ്പടി ഒരു ഇതായി പോകും കേട്ടോ. ഇപ്പോൾ അരപ്പ് ഏകദേശം റെഡിയായിട്ട് നമുക്കിങ്ങനെ വന്നിട്ടുണ്ട്. എപ്പോഴും നമ്മൾ മീൻകറി വെക്കുമ്പോൾ നമുക്ക് പാളിച്ച പറ്റി പോകുന്നത് ഈ വെള്ളം ചേർക്കുമ്പോൾ. ഒന്നെങ്കിൽ വെള്ളം കൂടിപ്പോകും. അങ്ങനെ വെള്ളം കൂടിപ്പോയി കഴിഞ്ഞാൽ പിന്നെ മീൻ അതിലിട്ട് വറ്റിച്ചെടുക്കാനൊക്കെ ഭയങ്കര പാടാണ്. ഇപ്പോൾ നമ്മൾ ഒഴിക്കുമ്പോൾ ഇനി വെള്ളം കാണാൻ കൂടിയെന്ന് നമുക്കൊരു തോന്നലുണ്ടെങ്കിൽ മീൻ ഇടുന്നതിന് മുമ്പ് തന്നെ ചാറ് ഒച്ചിരി കൂടെ തീ കൂട്ടി വെച്ച് ഒന്ന് കുറുക്കിയെടുത്താൽ മതി കേട്ടോ. ഇപ്പോൾ ഞാനിതിലേക്ക് പുളിവെള്ളം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ മീൻ കറിക്ക് ആവശ്യത്തിനുള്ള വെള്ളവും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നമ്മൾ മീൻ 1/2 കിലോ അല്ലേ ഉള്ളൂ, പിന്നെ പെട്ടെന്ന് വേകുന്ന മീൻ, വലിയ കഷ്ണമൊന്നുമില്ല, കിളിമീനില്ലേ, അതാണ് നമ്മൾ കറി വെക്കുന്നത്. അപ്പോൾ നന്നായിട്ടൊന്ന് ചേർത്തതിന് ശേഷം ഇതിലേക്ക് കറിക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കണം. ഇതിൻ്റെ ഒപ്പം തന്നെ പുളി ഉപ്പും കൂടെ കിടന്നിട്ട് വെന്ത് കഴിയുമ്പോഴൊരു മീനിലോട്ട് പെട്ടെന്ന് ഇത് പിടിച്ച് കിട്ടും. അപ്പോൾ ഉപ്പ് ആവശ്യത്തിനുള്ള ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് തിളക്കണം. അതൊരു മീഡിയം ഫ്ലെയിമിൽ തിളച്ചാൽ ഉപകാരം, അല്ലെങ്കിലും കുഴപ്പമില്ല. നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം. തിളച്ച ശേഷം മാത്രമേ നമ്മൾ മീൻ ചേർക്കാവുള്ളൂ. തിളയ്ക്കുന്നതിന് മുമ്പ് മീൻ ചെറിയ മീനൊക്കെയാണ് കുഴഞ്ഞ് നാശമായിട്ട് പോകും, പൊടിഞ്ഞു പോകും. നമ്മൾ ചാറിനകത്തോട്ട് മീൻ എടുത്തിട്ട് കഴിഞ്ഞാൽ പിന്നെ ഈ ചാറ് വറ്റിക്കാൻ വേണ്ടി തിളപ്പിക്കുമ്പോഴാണ് മീൻ പൊടിഞ്ഞു പോകുന്നത്. അതുപോലെ മീൻ ചേർത്ത് കഴിയുമ്പോഴത്തേന് നമുക്ക് പിന്നെ ഈ തവി ഇട്ടിങ്ങനെ കുത്തി ഇളക്കരുത്. ചുമ്മാ ചട്ടി അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് ചായച്ച് ഒന്ന് അനക്കി കൊടുത്താൽ മാത്രം മതി. അല്ലെങ്കിൽ മീൻ പൊടിഞ്ഞു പോകും. ഇനി പൊടിയില്ലാത്ത മീനൊക്കെ ആണെങ്കിൽ കുഴപ്പമില്ല. കഷ്ണമൊക്കെ ആണെങ്കിൽ അധികം അങ്ങനെ പൊടിഞ്ഞു പോകത്തില്ല. നമ്മൾ ചെറിയ മീനൊക്കെ ആണെങ്കിൽ മൊത്തം പൊടിഞ്ഞു പോകും. ഇനി എന്തായാലും നമുക്ക് തിള വന്നിട്ടുണ്ട്. നമുക്കിതിലേക്ക് കഷ്ണങ്ങളാക്കി വെച്ചേക്കുന്ന മീൻ ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇത് ഇങ്ങനെ ചെറിയ കഷ്ണങ്ങളാക്കുവാണെങ്കിൽ എളുപ്പം അരപ്പ് പിടിക്കാനായിട്ട്. വലുതായിട്ട് ചേർക്കണമെങ്കിൽ അങ്ങനെയും ചേർക്കാം, ഒരു കുഴപ്പമില്ല കേട്ടോ. നിങ്ങൾക്ക് നമ്മുടെ ഇഷ്ടം പോലെയാണ്. അപ്പോൾ മീൻ ചേർത്ത് കൊടുത്തിട്ട് പയ്യെ ഒന്ന് ഈ മീനിൻ്റെ ചാറി കഷ്ണങ്ങളിലൊക്കെ ആകത്തക്ക വിധത്തിൽ ഒന്ന് ഇങ്ങനെ ഇളക്കി കൊടുക്കണം. അതിനുശേഷം പിന്നെ ഇളക്കാനേ പാടില്ലെന്ന് പറഞ്ഞാൽ കുത്തി മറിച്ച് ഇളക്കരുത്. ചുമ്മാ ഒന്ന് പയ്യെ ഇളക്കി കൊടുക്കുന്നതിനൊന്നും കുഴപ്പമില്ലേ. ഇനി എന്നിട്ട് നമുക്ക് ഇതിൻ്റെ മുകളിലോട്ട് കുറച്ച് പച്ച കറിവേപ്പില ഒന്ന് ഇട്ട് കൊടുക്കണം. കറിവേപ്പില ഇട്ടിട്ട് പിന്നെ ഇളക്കണ്ട. അതിനുശേഷം തീ ഒരു മീഡിയം ഫ്ലെയിമിലാക്കിയിട്ട് മീനൊരു വേവുണ്ടല്ലോ, നമ്മളെപ്പോഴും ഉപയോഗിക്കുന്ന സാധനമുണ്ട്, അതിൻ്റെ വേവ് നമുക്കറിയാമല്ലോ. ഇനി ഇതുപോലെ കറിവേപ്പിലയും കൂടെ തൂവി കൊടുത്ത ശേഷം ഇത് അടച്ച് വെച്ചിട്ടൊന്ന് വേവിച്ചെടുക്കണം കേട്ടോ. അപ്പോൾ ഞാനിത് അടച്ച് വെച്ചിട്ട് നമുക്ക് കറി വെന്ത് റെഡിയായ ശേഷം നിങ്ങളെ കാണിക്കാതെ. നല്ല അടിപൊളി കപ്പയുടെയും പിന്നെ കൂടെയൊക്കെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ. ഇത് കുറുകി വരണമെന്നേ ഉള്ളൂ കേട്ടോ. അപ്പോൾ നമ്മുടെ മീൻകറി എന്തായാലും റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അടുത്തൊരു റെസിപ്പിയുമായിട്ട് പുതിയൊരു വീഡിയോയിൽ കാണാവേ.